നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡെമോക്രസിയെ പറ്റിയാണ്. ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദാറ്റ് ഫോം, ഡെഫിനിഷനാണ് ആദ്യം പഠിക്കുന്നത്. ഗെറ്റലിൻ്റെ ഡെഫിനിഷൻ: ഇറ്റ് ഇസ് ദാറ്റ് ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ദ മാസ് ഓഫ് പോപ്പുലേഷൻ possess a right to share in the exercise of sovereign power. ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദാറ്റ് ഫോം ഓഫ് ഗവൺമെൻറ്, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോം ആണ്. ഇൻ വിച്ച് ദ മാസ് ഓഫ് പോപ്പുലേഷൻ, കോമൺ പോപ്പുലേഷന് ഗവൺമെൻറ്റിൻ്റെ പവറിൽ ഒരു ഷെയർ ഉള്ളതിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. കോമൺ പോപ്പുലേഷൻ എങ്ങനെയാണ് ഷെയർ വരുന്നത്? വി എലക്ട് അവർ ലീഡേഴ്സ്. അതാണ് ഗെറ്റലിൻ്റെ ഡെഫിനേഷൻ. Democracy is that form of government in which the mass of population possesses a right to share in the exercise of sovereign power. അടുത്തത് ജോൺ സീലിയുടെ ഡെഫിനിഷനാണ്: ഡെമോക്രസി ഇസ് എ ഗവൺമെൻറ് ഇൻ വിച്ച് എവ്രി വൺ ഹാസ് എ ഷെയർ. എല്ലാ ആൾക്കാർക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു ഫോം ഓഫ് ഗവൺമെൻറ് ആണ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. ഡെമോക്രസി ഇസ് എ ഗവൺമെൻറ് ഇൻ വിച്ച് എവ്രി വൺ ഹാസ് എ ഷെയർ. മൂന്നാമത്തെ ഡെഫിനിഷൻ ഹാളിൻ്റെ ഡെഫിനിഷനാണ്: ഡെമോക്രസി ഈസ് ദാറ്റ് ഫോം ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇൻ വിച്ച് പബ്ലിക് ഒപ്പീനിയൻ ഹാസ് കൺട്രോൾ. കൺട്രോൾഡ് എന്നല്ല, കൺട്രോൾ എന്നാണ് ഇവിടെ കൺട്രോൾ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. പബ്ലിക് ഒപ്പീനിയന് കൂടുതൽ പ്രാധാന്യം ഉള്ള, പബ്ലിക് ഒപ്പീനിയൻ മീൻസ് ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ. പബ്ലിക് ജനങ്ങളുടെ ഒപ്പീനിയൻ, പബ്ലിക് ഒപ്പീനിയൻ വരെ ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഡെമോക്രസി ഈസ് ദാറ്റ് ഫോം ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇൻ വിച്ച് പബ്ലിക് ഒപ്പീനിയൻ ഹാസ് കൺട്രോൾ. പബ്ലിക് ഒപ്പീനിയന് കൺട്രോൾ ഉള്ള ഒരേ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് ഫോം ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇൻ വിച്ച് പബ്ലിക് ഒപ്പീനിയൻ ഹാസ് കൺട്രോൾ. ഇനി നാലാമത്തെ ഡെഫിനിഷനുണ്ട്. നാലാമത്തെ ഡെഫിനിഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഡെഫിനിഷനാണ്, എബ്രഹാം ലിങ്കൻ്റെ ഡെഫിനിഷനാണ്: ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെൻറ് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ. ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. എങ്ങനെയാണ്? ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ഓഫ് ദ പീപ്പിൾ, പിന്നെന്താ? ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ഡെമോക്രസി ഈസ് എ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. എബ്രഹാം ലിങ്കൻ്റെ ഡെഫിനേഷനാണ്. ഇനി ഡെമോക്രസിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ്. ഡെമോക്രസിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ്? ഡെമോക്രസി അലോസ് ഓൾ ഇൻഡിവിജ്വൽസ് റൈറ്റ് ടു സ്പീക്ക്, ക്രിട്ടിസൈസ് ആൻഡ് ഡിസഗ്രി വിത്ത് അതേഴ്സ്. ഡെമോക്രസിയിൽ എല്ലാ വ്യക്തികൾക്കും സംസാരിക്കാനും മറ്റൊരാളെ ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ് ഉണ്ട്. ഡെമോക്രസി അലോസ് ഓൾ ഇൻഡിവിജ്വൽസ് റൈറ്റ് ടു സ്പീക്ക്, ക്രിട്ടിസൈസ് ആൻഡ് ഡിസഗ്രി വിത്ത് അതേഴ്സ്. മറ്റൊരാളുടെ ഒപ്പീനിയനോട് എതിർത്ത് പറയാനും ഉള്ള അവകാശം ഉണ്ട്. മറ്റൊരു പോയിന്റ് ഡെമോക്രസിയുടെ: ഇറ്റ് അലോസ് പ്ലൂറാലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് സ്റ്റാൻഡ്സ് ഫേംലി ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ടോളറൻസ്. പ്ലൂറാലിറ്റി ഓഫ് ഐഡിയാസ്. പ്ലൂറാലിറ്റി എന്ന ടേം ഉദ്ദേശിക്കുന്നത് മൾട്ടിറ്റ്യൂഡ് ഓഫ് ഒപ്പീനിയൻസ്. ധാരാളം ഐഡിയാസ് ഡെമോക്രസിയിൽ ഡെവലപ്പ് ചെയ്യും. മൾട്ടിറ്റ്യൂഡ് ഓഫ് ഒപ്പീനിയൻ, ധാരാളം ഐഡിയാസ് എവിടെ ഡെവലപ്പ് ചെയ്യും? ഡെമോക്രസിയിൽ ഡെവലപ്പ് ചെയ്യും. ഒത്തിരി ഐഡിയാസ് ഡെമോക്രസിയിൽ ഉണ്ടായിരിക്കും. നമ്മൾ സിംഗുലർ എന്ന് വെച്ചാൽ എന്താ? ഒന്നെന്നാണ്. സിംഗുലറിൻ്റെ ഓപ്പോസിറ്റാണ് പ്ലൂറൽ. പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ. അപ്പോൾ ഡെമോക്രസിയിൽ പ്ലൂറാലിറ്റി ഓഫ് ഐഡിയാസ് ആണ്. ധാരാളം ഒപ്പീനിയൻ ഡെമോക്രസിയിൽ ഉണ്ടാകും. It allows plurality of ideas and stands firmly on the principles of tolerance. ടോളറൻസ് എന്ന് വെച്ചാൽ സഹിഷ്ണുത. ഒരാൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഡെമോക്രസിയിൽ ഉണ്ടാകും. മറ്റൊരു പോയിന്റ്: ഇറ്റ് ഈസ് വെറ്റഡ് ടു ദ മെത്തേഡ്സ് ഓഫ് പെർസുവേഷൻ ആൻഡ് പീസ്. അടുത്ത പോയിന്റ് പെർസുവേഷൻ ആൻഡ് പീസ്. മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് ഡെമോക്രസി. It is wedded to the methods of persuasion and peace, both in national and international spheres.
പെർസ്വേഷനും പീസും ഡെമോക്രസിയുടെ മറ്റൊരു പ്രിൻസിപ്പിളാണ്. മറ്റൊന്ന് ഡിഗ്നിറ്റി ഓഫ് ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി. It upholds the dignity of the human personality and it also provides various types of rights to the individual. ഇൻഡിവിജ്വലിന് പല റൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ് എന്ന് വെച്ചാൽ അവകാശങ്ങൾ. പല പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്. വി ഹാവ് ഇക്കണോമിക് റൈറ്റ്സ്, സോഷ്യൽ റൈറ്റ്സ്, കൾച്ചറൽ റൈറ്റ്സ്. ഓൾ ദീസ് റൈറ്റ്സ് ആർ ഗിവൻ ടു ദ പീപ്പിൾ ഇൻ എ ഡെമോക്രസി. മറ്റൊന്ന് ഇറ്റ് അപ്ഹോൾഡ്സ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഹ്യൂമൻ ബീങ്സ്, മീൻസ് ദ വർത്ത് ഓഫ് ദ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യൻ്റെ മാന്യതയ്ക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് ഡെമോക്രസി. It is built, at the point, it is built on the foundations of liberty and equality. ഫ്രീഡത്തിലും ഇക്വാളിറ്റിയിലുമാണ് ഡെമോക്രസി നിലകൊള്ളുന്നത്. It is built on the foundations of liberty and equality. മറ്റൊരു പോയിന്റ് എന്താണ്? ഇറ്റ്സ് എ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് സോവർണിറ്റി ഈസ് റെസ്റ്റഡ് ഇൻ പീപ്പിൾ. ജനങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ പവർ. അതിന് സോവർണിറ്റി ഈസ് റെസ്റ്റഡ് ഇൻ ദ പീപ്പിളിനെ നമുക്ക് മറ്റൊരു ടേം ഉപയോഗിച്ച് പറയാം, പോപ്പുലർ സോവർണിറ്റി. പോപ്പുലർ സോവർണിറ്റി എന്ന് പറയുമ്പോൾ സോവർണിറ്റി ഈസ് റെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ കയ്യിലാണ് അധികാരം. അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? പോപ്പുലർ സോവർണിറ്റി. പോപ്പുലർ സോവർണിറ്റി ഈസ് വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. പോപ്പുലർ സോവർണിറ്റി. അടുത്തത് സോവർണിറ്റി. അപ്പം ഒരു പോയിൻ്റ് എന്താ? സോവർണിറ്റി. ഇറ്റ്സ് എ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് സോവർണിറ്റി ഈസ് റെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ. അടുത്ത പോയിൻ്റ്, ഡെമോക്രസി നീഡ് റൂൾ ബൈ ദ മെജോറിറ്റി. മെജോറിറ്റി റൂളാണ് ഡെമോക്രസി എന്ന് പറഞ്ഞ് മെജോറിറ്റിയുടെ മാത്രം കാര്യങ്ങളാണോ അവിടെ നടക്കുന്നത്? അല്ല. വിത്ത് എന്തുണ്ട്? മൈനോറിറ്റിയെയും കൂടെ കൺസിഡർ ചെയ്തുള്ള ഒരു റൂളിംഗാണ് ഡെമോക്രസിയിൽ നടക്കുന്നത്. മെജോറിറ്റിയും ഉണ്ട്, പ്ലസ് ആരും കൂടെ ഉണ്ട്? മൈനോറിറ്റിയും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് എ റൂൾ ബൈ ദ മെജോറിറ്റി വിത്ത് ഫുൾ സേഫ് ഗാർഡ്സ് ഫോർ ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്. മൊത്തം സേഫ് ഗാർഡ്സും മൈനോറിറ്റി റൈറ്റിന് എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തുകൊണ്ട് മെജോറിറ്റി റൂൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ ആണ് നമ്മൾ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. ഡെമോക്രസി നീഡ് റൂൾ ബൈ ദ മെജോറിറ്റി വിത്ത് ഫുൾ സേഫ് ഗാർഡ്സ് ഫോർ ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്. മൈനോറിറ്റീസിൻ്റെ റൈറ്റ്സിനെ സേഫ് ഗാർഡ് ചെയ്യുകയും എന്താണ് ഒപ്പം മെജോറിറ്റി റൂൾ ചെയ്യുന്ന ഒന്നാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ പീസ്ഫുൾ ചേഞ്ച് ഇൻ ഗവൺമെൻറ് അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ്. ഭരണഘടന അനുസരിച്ച് ഗവൺമെൻറ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ പീസ്ഫുൾ ചേഞ്ച് ഇൻ ഗവൺമെൻറ് അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ്. എലക്ഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നടക്കുന്ന ഒന്നാണ് ഇലക്ഷൻ കമ്മീഷനുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഗവൺമെൻറ്റിനെ ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. നമ്മൾ ഇലക്ഷനെ പറയുന്നത് പീസ്ഫുൾ ചേഞ്ച് ഓഫ് ഗവൺമെൻറ് ആണ്. റെവല്യൂഷൻ അല്ലാതെ ഗവൺമെൻറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് എനി ചേഞ്ച് ബൈ വയലൻറ്റ് ഓർ റെവല്യൂഷണറി മീൻസ്. വയലൻസ് ഉപയോഗിച്ചോ റെവല്യൂഷണറി മീൻസ് ഉപയോഗിച്ചോ എന്തെങ്കിലും ഒരു ചേഞ്ചിനെ എതിർക്കുന്ന ഒന്നാണ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. It provides for a change in government according to constitutional principles and it is against any change by violent or revolutionary means. അടുത്തത്, what are the types of democracy ആണ്. First one is direct democracy. ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, നമുക്ക് ഇൻഡയറക്റ്റ് ഡെമോക്രസിയും ഉണ്ട്. ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ പീപ്പിൾ ഡയറക്റ്റ്ലി റൂൾ അവർ കൺട്രി. ഇന്ത്യയിൽ നമ്മൾ കാണുന്ന ഡെമോക്രസി എന്താണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. വി ഇലക്ട് അവർ ലീഡേഴ്സ് ആൻഡ് ദ ലീഡേഴ്സ് റൂൾ ദ കൺട്രി. നമ്മൾ MLA-മാരും MP-മാരെയും എലക്ട് ചെയ്യുന്നു, അവർ രാജ്യം ഭരിക്കുന്നു. അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഡയറക്റ്റ് ഡെമോക്രസിയിൽ ഹു ആർ ദ റിയൽ പോളിസി മേക്കേഴ്സ്? ദ സിറ്റിസൺസ് ആർ ദ റിയൽ പോളിസി മേക്കേഴ്സ്. ദ സിറ്റിസൺസ് വിൽ പ്രൊവൈഡ് പോളിസി ആൻഡ് ഡയറക്ഷൻ ടു ദ ഗവൺമെൻറ്.
ദ വിൽ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഫോമുലേറ്റഡ് ബൈ ദ ഇൻഡിവിജ്വൽസ് ദംസെൽസ്. ഇൻഡിവിജ്വൽസ് തന്നെയാണ് സ്റ്റേറ്റിൻ്റെ വിൽ നടപ്പിലാക്കുന്നത്. ഡയറക്റ്റ് ഡെമോക്രസിയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പീപ്പിൾ ഡയറക്റ്റ്ലി participate in the governance of a country. That is known as direct democracy. People directly participate in the governance of a country. That is known as direct democracy. ഇന്ന് ഡയറക്റ്റ് ഡെമോക്രസി നിലനിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിൽ മാത്രമാണ്. ഡയറക്റ്റ് ഡെമോക്രസി ഇന്ന് സ്വിറ്റ്സർലൻഡിൽ മാത്രമേ ഉള്ളൂ. ആ ഡയറക്റ്റ് ഡെമോക്രസി നടപ്പിലാക്കാനായിട്ട് സ്വിറ്റ്സർലൻഡിൽ പല മെത്തേഡുകളുമുണ്ട്. ഡയറക്റ്റ് ഡെമോക്രസി സ്വിറ്റ്സർലൻഡിൽ നടപ്പിലാക്കുന്ന ആദ്യം തന്നെ ജനങ്ങൾ ഒരു ഓപ്പൺ എയറിൽ എപ്പോഴും മീറ്റിംഗ് നടത്താറുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ വില്ലേജുകളിൽ ഗ്രാമസഭയൊക്കെ വിളിക്കാറുള്ളത് പോലെ സ്വിറ്റ്സർലൻഡിൽ വോട്ടേഴ്സ് ഒരു പബ്ലിക് സ്പേസിൽ മീറ്റിംഗ് നടത്താറുണ്ട്. ഇൻ സ്വിറ്റ്സർലൻഡ് ദ വോട്ടേഴ്സ് മീറ്റ് ഇൻ ആൻ ഓപ്പൺ എയർ പാർലമെൻറ്റ് for the purpose of adopting legislative and administrative regulations. നിയമങ്ങൾ നടപ്പിലാക്കാനും മറ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഡിസൈഡ് ചെയ്യാനും ജനങ്ങൾ തന്നെ സ്വിറ്റ്സർലൻഡിൽ ഡയറക്റ്റ്ലി ഒരു ഓപ്പൺ എയറിൽ മീറ്റിംഗ് കൂടാറുണ്ട്. അതിനെ നാം വിളിക്കുന്ന പേര് ലാൻഡ്സ്കെമെൻറ്റ് എന്നാണ്. ലാൻഡ്സ്കെമെൻറ്റ് ഓപ്പൺ എയർ പാർലമെൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലാൻഡ്സ്കെമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? LANDSGEMEINDE. ലാൻഡ്സ്കെമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആൻ ഓപ്പൺ എയർ പാർലമെൻറ്റ്. ഇറ്റ് ഈസ് ഹെൽഡ് ഇൻ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ഒരു ഓപ്പൺ എയർ പാർലമെൻറ്റിനെ ആണ് ലാൻഡ്സ്കെമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റെഫറൻഡം. റെഫറൻഡം എന്ന് വെച്ചാൽ റെഫർ ടു ദ പീപ്പിൾ. It's an important device in Switzerland whereby any bill passed by the legislature is put into the voters' hands for final ratification. ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ഏതൊരു നിയമവും ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കണം. ജനങ്ങൾ വോട്ട് ചെയ്ത് അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. ജനങ്ങൾ വോട്ട് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേര് റാറ്റിഫിക്കേഷൻ എന്നാണ്. നിയമങ്ങളൊക്കെ നമ്മൾ റാറ്റിഫിക്കേഷൻ എന്ന ടേം, നിയമങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിയമങ്ങൾ ലെജിസ്ലേച്ചറോ ജനങ്ങളോ പാസ്സാക്കുമ്പോൾ നമ്മൾ ദേ അക്സെപ്റ്റ് ഇട്ടെന്നോ ലെജിസ്ലേച്ചർ അക്സെപ്റ്റ് ഇട്ടെന്നോ അല്ല പറയുന്നത്. ഇറ്റ് ഈസ് റാറ്റിഫിക്കേഷൻ. അപ്പോൾ എങ്ങനെയാണ് റെഫറൻഡം പറയുന്നത്? എനി ഇമ്പോർട്ടൻറ്റ് ബിൽ പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ. അവിടെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഒക്കെ ഉണ്ട് സ്വിറ്റ്സർലൻഡിൽ. പക്ഷേ അവരൊക്കെ എന്ത് കാര്യം ചെയ്താലും ജനങ്ങൾ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തിരിക്കണം. എനി ബിൽ പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ മസ്റ്റ് ബി പുട്ട് ടു ദ വോട്ട് ഫോർ ഫൈനൽ റാറ്റിഫിക്കേഷൻ. ആൻഡ് ഇൻ കേസ് ഇറ്റ് ഇസ് അഡോപ്റ്റഡ് ബൈ ദ മെജോറിറ്റി ഇറ്റ് ബിക്കംസ് എ ലോ. അത് മെജോറിറ്റി സിറ്റിസൺസും അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിയമമായിട്ട് മാറും. അതിനർത്ഥം ഹൂ ഈസ് മോർ പവർഫുൾ? പീപ്പിൾ. പോപ്പുലർ സോവർണിറ്റി അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇഫ് ദ മെജോറിറ്റി പീപ്പിൾ അക്സെപ്റ്റഡ് ദാറ്റ് ലോ ഇറ്റ് ബിക്കംസ് ആൻ ആക്ട്. ദസ് ദ പവർ ലൈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ. Thus, the will of the legislature is here subservient to the will of the people. ഇവിടെ will of the people നാണ് ഇമ്പോർട്ടൻറ്റ്, ലെജിസ്ലേച്ചറിൻ്റെ വില്ലിനല്ല ഇമ്പോർട്ടൻറ്റ്. Here the will of the people is more important than will of the legislature. അപ്പോൾ റെഫറൻഡം ഇറ്റ് പ്രിവൈൽസ് ഇൻ എവിടെയാണ് പ്രിവൈൽ ചെയ്യുന്നത്? സ്വിറ്റ്സർലൻഡാണ്. ഇനി എന്താണ് പറയുന്നത്? എനി ഇമ്പോർട്ടൻറ്റ് ബിൽ പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ മസ്റ്റ് ബി പുട്ട് ഇൻ ടു ദ വോട്ടേഴ്സ് ഫോർ ഫൈനൽ റാറ്റിഫിക്കേഷൻ. വോട്ടേഴ്സ്, ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും ജനങ്ങൾ വോട്ട് ചെയ്യണം ഒന്നും കൂടി. ആൻഡ് ഇൻ കേസ് ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ബൈ ദ മെജോറിറ്റി, അത് മെജോറിറ്റി ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ എന്താകും? ആ നിയമം നടപ്പിൽ വരുത്താൻ സാധിക്കും. ദസ് ദ വീറ്റോ പവർ ഇസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ വോട്ടേഴ്സ്. ഇൻ ദിസ് വേ ദ വിൽ ഓഫ് ദ ലെജിസ്ലേച്ചർ ഈസ് സബ്സർവിയൻറ്റ് ടു ദ വിൽ ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ഫസ്റ്റ് ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസായ റെഫറൻഡം നമ്മൾ പറഞ്ഞു. ഈ റെഫറൻഡം
ഇനിഷ്യേറ്റീവ്, പ്ലെബിസൈറ്റ്, റീകോൾ 4 ഉള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് എന്നാണ്. അടുത്തത് ഇനിഷ്യേറ്റീവാണ്. ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് വോട്ടേഴ്സ് ടു പ്രിപ്പയർ എ ബിൽ ഓർ എ റെസൊല്യൂഷൻ ആൻഡ് ദെൻ ആസ്ക് ദ ഗവൺമെൻറ് ടു മേക്ക് എ ലോ ഓൺ ദാറ്റ് പോയിൻറ്റ്. ഒരു കൂട്ടം ആളുകൾ ഒരു പ്രത്യേക നിയമം ഗവൺമെൻറ് നിർമ്മിക്കണം എന്ന് ആവശ്യപ്പെടുന്ന പ്രോസസ്സിനെ ആണ് ഇനിഷ്യേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് മീൻസ് power in the hands of a specified number of voters to prepare a bill or a resolution and then ask their government to make a law on that point. ഒരു കൂട്ടം ആളുകൾ ഒരു നിയമം നിർമ്മിക്കാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന പ്രോസസ്സിനെ ആണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. A specific number of people ask the government to prepare a law on that particular thing. Thus, the initiative is an arrangement whereby a specific number of voters may prepare the draft of a law and then demand it to be adopted by the legislature. നേരത്തെ പറഞ്ഞത് തന്നെ ഈ സ്പെസിഫിക് നമ്പർ ഓഫ് പീപ്പിൾ എന്ത് പറയും, ഒരു നിയമം അവർ തന്നെ ഒരു നിയമത്തിൻ്റെ കാതലായ ഭാഗങ്ങൾ നിർമ്മിക്കുകയും ഗവൺമെൻറ്റിനോട് അത് അഡോപ്റ്റ് ചെയ്യണം എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഗവൺമെൻറ് അത് അഡോപ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ലോ ആക്കി ഗവൺമെൻറ്റിന് ഇറക്കാം. അങ്ങനെ ഇറക്കിയാൽ കൂടിയും വീണ്ടും എന്ത് പ്രോസസ്സിലേക്ക് പോകണം? എഗെയിൻ ഇറ്റ് ഈസ് പുട്ട് ടു ദ റെഫറൻഡം. വീണ്ടും അത് റെഫറൻഡം നടത്തി മുഴുവൻ ജനങ്ങളും അക്സെപ്റ്റ് ചെയ്യണം. ഇത് 1/10 ജനങ്ങൾക്ക് വേണമെങ്കിൽ ഇനിഷ്യേറ്റീവ് എന്ന പ്രോസസ്സ് തുടങ്ങാം. ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ കൈകൊണ്ട് തന്നെ ഒരു കാര്യം കൊണ്ടുവരിക, അതാണ് ഇനിഷ്യേറ്റീവ്. റെഫറൻഡം അങ്ങനെയല്ല, ജനങ്ങളുടെ അടുത്ത് റെഫർ ചെയ്ത് ചോദിക്കുകയായിരുന്നു. ഇനിഷ്യേറ്റീവിലൂടെ ഒരു നിയമം വന്നാലും ആ നിയമം വീണ്ടും എവിടെ ലാസ്റ്റ് പാസ്സാകണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും റെഫറൻഡം നടത്തി ഇരിക്കണം. അപ്പം ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് വെയർ എ സ്പെസിഫിക് നമ്പർ ഓഫ് വോട്ടേഴ്സ് മേ പ്രിപ്പയർ എ ഡ്രാഫ്റ്റ് ഓഫ് എ ലോ ആൻഡ് ആസ്ക് ദ ഗവൺമെൻറ് ടു പാസ് എ ലോ ഓൺ ദാറ്റ് സ്പെസിഫിക് സബ്ജക്റ്റ്. ഇഫ് ദ ഗവൺമെൻറ് പാസസ് ദ ലോ ദെൻ ഇറ്റ് ഈസ് അഗെയിൻ go to the people for a referendum. If the majority people accepted that law, then it becomes a law. ആ ലോ വീണ്ടും ആരക്സെപ്റ്റ് ചെയ്യണം? മെജോറിറ്റി പീപ്പിളും അക്സെപ്റ്റ് ചെയ്യണം ഇനിഷ്യേറ്റീവ്. അപ്പോൾ ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ജനങ്ങൾ, പീപ്പിളിൻ്റെ ഇനിഷ്യേറ്റീവിൽ ഒരു നിയമം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അത് ആര് പാസ്സാക്കണം? പീപ്പിൾ അത് ആർക്ക് കൊടുക്കും? ഗവൺമെൻറ്റിന് കൊടുക്കണം. ഒന്നും കൂടി, പീപ്പിൾ അത് ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. വീണ്ടും ഗവൺമെൻറ് ആ നിയമം പാസ്സാക്കി വീണ്ടും എങ്ങോട്ടയക്കും? ജനങ്ങളുടെ അടുത്തയക്കും. വീണ്ടും അത് എവിടേക്ക് പോകും? റെഫറൻഡം, REF, റെഫറൻഡം നടത്തിയാൽ മാത്രമേ എന്താകത്തുള്ളൂ? ഫൈനലി ഒരു ലോ പാസ്സാകത്തുള്ളൂ. അതാണ് ഇനിഷ്യേറ്റീവ്. 3, 4 പ്ലെബിസൈറ്റ് റെഫറൻഡത്തിന് സിമിലർ ആയിട്ടാണ്. റെഫറൻഡം ലീഗൽ മാറ്റേഴ്സ്, ലോ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ബില്ലിനെ ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ഒരു ബില്ലിനെ ബേസ് ചെയ്താണെങ്കിൽ, പ്ലെബിസൈറ്റ് എന്ന് പറയുമ്പോൾ ഏതൊരു ഇഷ്യൂവും ജനങ്ങളുടെ ഒപ്പീനിയനിലേക്ക് വിടാൻ പറ്റും. പ്ലെബിസൈറ്റ് എന്ന് പറയുമ്പോൾ എനി ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ദാറ്റ് കനോട്ട് ബി സോൾവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ സം റീസൺ ഷുഡ് ബി ഡിസൈഡഡ് ബൈ ദ വോട്ട് ഓഫ് ദ പീപ്പിൾ. ഏത് ഇമ്പോർട്ടൻ്റ് പ്രോബ്ലവും ഗവൺമെൻറ്റിന് സോൾവ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അതെവിടേക്ക് വിടും? ജനങ്ങളുടെ അടുത്തേക്ക് ഒപ്പീനിയന് വിടും. ആൻഡ് ദ ഡിസിഷൻ ഓഫ് ദ പീപ്പിൾ വിൽ ബി ഫൈനൽ. പ്ലെബിസൈറ്റ് എന്ന് പറയുമ്പോൾ എനി ഇമ്പോർട്ടൻറ്റ് വ്യൂ ദാറ്റ് കനോട്ട് ബി സോൾവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ സം റീസൺ ഷുഡ് ബി ഡിസൈഡഡ് ബൈ ദ വോട്ട് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ വോട്ട് കൊണ്ട് ഡിസൈഡ് ചെയ്യും. എന്ത്? ഗവൺമെൻറ്റിന് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ്. എന്നിട്ട് പീപ്പിളിൻ്റെ ഡിസിഷൻ അവിടെ ഫൈനലാണ്. അടുത്തത് റീകോളാണ്. റീകോൾ എന്ന് പറയുമ്പോൾ കോളിംഗ് ബാക്ക് അവർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഇറ്റ് മീൻസ് ദാറ്റ് വോട്ടേഴ്സ് ഹാവ് ദ റൈറ്റ് ടു കോൾ ബാക്ക് ദെയർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്.
in case they are not satisfied with his role or behavior. റീകോൾ എന്ന് പറയുമ്പോൾ തിരിച്ചു വിളിക്കാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിൽ വല്ലതും റീകോൾ ഉണ്ടോ? ഇല്ല. റീകോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ എലക്ട് ചെയ്ത് വിട്ടു. അവിടെ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ സ്വിറ്റ്സർലൻഡിൽ. ആ എലക്ട് ചെയ്ത ആൾ ആ ജനങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നെങ്കിൽ അയാളെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം ഉണ്ട്. അതിനെയാണ് നമ്മൾ റീകോൾ എന്ന് വിളിക്കുന്നത്. റീകോൾ എന്ന് പറയുമ്പോൾ കോളിംഗ് ബാക്ക് അവർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. Voters have the right to call back their elected representative in case they are not satisfied with his role or behavior, and they can elect some other people. അതിനുശേഷം അവർക്ക് എന്ത് പറ്റും? They can elect some other people. And it's an important device of direct democracy. ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസും കൂടിയാണ് അത്. അപ്പം റീകോൾ എന്ന് പറയുമ്പോൾ വോട്ടേഴ്സ് ഹാവ് ദ റൈറ്റ് ടു കോൾ ബാക്ക് ദെയർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് in case they are not satisfied with his role or behavior, and then elect some other people. It's an important device of direct democracy. വോട്ടേഴ്സിന് എലക്ട് ചെയ്തവരെ തിരിച്ചു വിളിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരാളെ എലക്ട് ചെയ്ത് വിടാൻ ഉള്ള ഒരു അധികാരം. അതും ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസാണ്. ഇപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസിക്ക് 4 ഇമ്പോർട്ടൻ്റ് ഡിവൈസസ് ആണ് ഉള്ളത്: റെഫറൻഡം, ഇനിഷ്യേറ്റീവ്, പ്ലെബിസൈറ്റ്, റീകോൾ. റെഫറൻഡം, ഇനിഷ്യേറ്റീവ്, പ്ലെബിസൈറ്റ്, റീകോൾ. അടുത്ത ഭാഗം ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. അത് അടുത്ത ദിവസം എടുക്കാം.